ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രൂട്ട് കട്ടിംഗ് ഏരിയ. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ആ സൈഡിലേക്ക് കൊടുക്കും. അവിടെയാണ് നമ്മുടെ തൊലിയും കുരുവും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് പഴെടുക്കും. അതിനുശേഷം നമ്മൾ പ്രോസസിംഗ് ഏരിയയിലേക്ക് പോവാണ്. ഇത് നമ്മൾ പ്രീ പ്രോസസിംഗ് ഏരിയ, ഇത് കട്ടിംഗ് ഏരിയ. ഈ വാഷ് ചെയ്യുന്നതൊക്കെ പ്രത്യേക സൊല്യൂഷൻ ആണോ? അതായത് ഇടിച്ചക്ക വെറുതെ കട്ട് ചെയ്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രൗണിംഗ് റിയാക്ഷൻ ഉണ്ടാവും. ആ ഒരു പ്രോസസ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൊല്യൂഷനിൽ ഇട്ട് വെക്കുന്നത്. ഇവിടെ ശരിക്കും മെയിനായിട്ട് ഇടിച്ചക്കയും കൂഴച്ചക്കയാണല്ലേ? ഇപ്പൊ സീസൺ ഔട്ട് ആയതുകൊണ്ടാണ് നമുക്ക് വരിക്കച്ചക്ക കിട്ടാത്തത്. അതായത് നമ്മൾ കൂഴച്ചക്ക എടുക്കും, ഇടിച്ചക്കയും. ഇത് തകൃതിയായിട്ട് നടക്കുന്ന പരിപാടിയാണ്. ഇത് കൂഴച്ചക്ക പ്രോസസ് ചെയ്തെടുക്കുന്നത് ഡിഫിക്കൽട്ട് ആണോ? കൂഴച്ചക്കയിൽ നമ്മളെപ്പോഴും പൾപ്പാണ് എടുക്കുന്നത്. ഇത് നമ്മൾ പൾപ്പിംഗ് മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ പൾപ്പ് സെപ്പറേറ്റ് ചെയ്തെടുക്കും. മെഷീൻ പ്രോസസ് ആണത്. ഇത് മെഷീൻ പ്രോസസ് ആണ്. മെഷീൻ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നത്. ചേച്ചി, ഈ നാട്ടിൻപുറത്ത് നിന്ന് ഒരുപാട് തരത്തിലുള്ള ചക്ക വരും, പലതരത്തിലുള്ള മധുരമായിരിക്കും. പൊതുവിൽ ഇവിടുത്തെ കിട്ടുന്ന ചക്കകളുടെ സവിശേഷത എന്താ? ഏതൊക്കെ ചക്കകളാണ് കിട്ടുക? നമുക്ക് വരിക്കച്ചക്കയായിട്ട് കിട്ടുന്നതിൽ നല്ല കളറിൽ ചക്ക വരും, നല്ല ചുവന്ന കളറിൽ ചക്ക വരും. ആ ചക്ക നമ്മൾ പ്രോസസ് ചെയ്തിട്ട് പീസായിട്ടും നൈസായിട്ടും എടുക്കും. പിന്നെ പഴം ചക്ക ഉണ്ടാവും ചക്ക വരുന്നതിൽ, അത് നമ്മൾ പൾപ്പിലേക്ക് എടുക്കും. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന കൂഴച്ചക്കയുടെ പരിപാടിയാണ്. കൂഴച്ചക്ക നമ്മൾ പൾപ്പടിക്കും. ഈ പൾപ്പ് മെഷീൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന അവിടുന്ന് കൊണ്ടുവരുന്ന സാധനത്തിന് പൾപ്പ് എടുക്കുന്നത് ഈ മെഷീനാണ്. അത് നമ്മൾ ഇവിടുന്ന് പഴഞ്ചക്കയും എടുത്തതിന് ശേഷം നമ്മൾ ഈ പൾപ്പ് മെഷീൻ ഇടും. അപ്പൊ അതിൽ നമ്മൾ കുരുവും പൾപ്പും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൾപ്പ് മെഷീൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ പൾപ്പ് മെഷീനിൽ ഇട്ടതിന് ശേഷം നമ്മൾ പൾപ്പ് സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പൾപ്പിന് തെർമൽ പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തെർമൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കെറ്റിലേക്ക് ഇട്ട് തെർമൽ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് ഈ തെർമൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഹീറ്റോട് കൂടി നമ്മൾ പാക്ക് ചെയ്യും. ഹീറ്റോടെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൂൾ ചെയ്യും. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് പൾപ്പിന്റെ പ്രോസസ്സ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പീസും നൈസ് ക്രഷ് അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ തെർമൽ പ്രോസസ് ആണ്. ഇതാണ് നമ്മുടെ സ്ലൈസിങ് മെഷീൻ. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ വരിക്ക ചക്ക പീസാക്കിയിട്ട് എടുക്കും. അതിനുശേഷം നമ്മൾ കെറ്റിലിൽ ഇട്ടിട്ട് തെർമൽ പ്രോസസ് ചെയ്യും. അതായത് ഈ പീസിന്റെ കൂടെ ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ തെർമൽ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫില്ലിംഗ് മെഷീനിലിടും, ഫില്ല് ചെയ്യും, കൂൾ ചെയ്യും, സ്റ്റോർ ചെയ്യും. ക്രഷിംഗ് മെഷീൻ ആണിത്. ക്രഷും നൈസും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വരിക്കച്ചക്ക നമ്മൾ ക്രഷിംഗ് മെഷീനിലിടും. എന്നിട്ട് ക്രഷ് ചെയ്തിട്ട് നൈസായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ഇത് വീണ്ടും നമ്മൾ തെർമൽ പ്രോസസ്സ് ചെയ്യും. തെർമൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഫില്ലിംഗ് മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇടിച്ചക്ക ആണെങ്കിൽ നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യും. അതായത് ആ ബ്രൗണിംഗ് റിയാക്ഷനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യുന്നത്. ഇതാണ് ബ്ലാഞ്ചിങ് മെഷീൻ. ഇവിടെ വെച്ച് നമ്മൾ ഇടിച്ചക്ക ബ്ലാഞ്ച് ചെയ്യും. ബ്ലാഞ്ച് ചെയ്തതിന് ശേഷം അതിനെ പാക്ക് ചെയ്യും, റീറ്റോട്ട് ചെയ്യും. അത് റീറ്റോട്ട് പ്രോസസ്സിംഗ് ആണ്. അതായത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ റീറ്റോട്ട് ചെയ്തതിന് ശേഷമാണ്